Hi everyone, ഞാൻ ഡോക്ടർ ദേവി, കൺസൾട്ടന്റ് മൈക്രോബയോളജിസ്റ്റ് ആണ്. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി നമ്മൾ ധാരാളം തരത്തിലുള്ള സാംക്രമിക രോഗങ്ങളെ പറ്റി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് ഫ്ലൂ. ആഗോളതലത്തിൽ തന്നെ ഫ്ലൂ കേസുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഫ്ലൂ അഥവാ ഇൻഫ്ലുവൻസ അഥവാ H1N1 എങ്ങനെ തടയാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. എന്താണ് ഇൻഫ്ലുവൻസ? ഇൻഫ്ലുവൻസ ഒരു വൈറൽ ഫീവർ ആണ്. ഇത് ഉണ്ടാക്കുന്നത് ഓർത്തോമിക്സോ വൈറിഡേ വിഭാഗത്തിൽപ്പെട്ട ഒരു RNA വൈറസ് ആണ്. കഴിഞ്ഞ കുറെ വീഡിയോസിലായിട്ട് ഞാൻ RNA വൈറസിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ ആ RNA വൈറസിൽ നിന്നുമൊക്കെ വ്യത്യാസമുള്ളതാണ് ഇവ. ഇതിലെ ഈ RNA എന്ന് പറയുന്നത് പല പല സെഗ്മെന്റുകളായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെഗ്മെന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ജനിതക മാറ്റം സംഭവിക്കാൻ ശേഷിയുള്ള ഒരു മാരകമായ വൈറസാണ് ഇൻഫ്ലുവൻസ വൈറസ്. നമുക്ക് ഫ്ലൂ, ഇൻഫ്ലുവൻസ എന്നൊക്കെ പറയുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ പരിചിതം H1N1, H3N2, H5N1 അല്ലെങ്കിൽ സ്വൈൻ ഫ്ലൂ, പന്നിപ്പനി അല്ലെങ്കിൽ ഏവിയൻ ഫ്ലൂ, അതായത് ബേർഡ് ഫ്ലൂ, ഇങ്ങനെയൊക്കെ പറയുന്നതായിരിക്കും. അപ്പൊ ഇത് എന്താണ്, ഇത്രയിനം വൈറസുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ ആയിരിക്കും നമുക്ക് പൊതുവേ വരുന്ന ഒരു ചോദ്യം. അത് അങ്ങനെയല്ല. പകരം വൈറസുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ RNA സെഗ്മെന്റ്സ് ധാരാളമുണ്ട്. അതിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന ഒരു എൻവലപ്പ് ഉണ്ട്. അപ്പം അതായത് ഒരു പുറം കവചം. ഈ പുറം കവചത്തിൽ 2 പ്രോട്ടീൻ മോളിക്യൂളാണ് ഉള്ളത്. അതിന്റെ ഒന്നാണ് H അഥവാ ഹീമഗ്ലൂട്ടിനും എന്ന് പറയുമ്പോൾ ന്യൂറാമിനിഡേസ് എന്ന് പറയുന്ന 2 പ്രോട്ടീൻ. അപ്പൊ ഇതിന്റെ ബേസിസിൽ ഈ വൈറസുകൾ പല തരത്തിലുണ്ട്. അതായത് H എന്ന് പറയുന്ന പ്രോട്ടീന് 18 എണ്ണം ഉണ്ടെങ്കിൽ N എന്ന് പറയുന്നത് 11 തരത്തിലുള്ളത് വരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ബേസിസിലാണ് നമ്മൾ ഇതിനെ H1N1 അല്ലെങ്കിൽ H5N1 അങ്ങനെ വേർതിരിക്കുന്നത്. അപ്പൊ ഓരോ കാലഘട്ടങ്ങളിലും അസുഖങ്ങൾ ഉണ്ടാക്കുന്ന സ്ട്രെയിനുകൾ വളരെ ഡിഫറെന്റുമാണ്. പല വേരിയന്റുകളായിരിക്കും ഉണ്ടാകുന്നത്. വേരിയന്റുകൾ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, കോവിഡ് സമയത്ത് ഓരോ സമയത്തും ഓരോരോ വേരിയന്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം കോവിഡിനേക്കാളും വിത്തിൻ സെക്കൻഡ്സ് മ്യൂട്ടേഷൻ അഥവാ ജനിതകമാറ്റം അഥവാ ജനറ്റിക് റീഅസോർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ജീനുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു. ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന മാറ്റമല്ല. അപ്പം ജീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുമ്പോൾ മാരകമായ വിറുലൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് പഴയ വൈറസിനേക്കാളും മനുഷ്യ ശരീരത്തിലോ അല്ലെങ്കിൽ അത് എഫക്ട് ചെയ്യുന്ന ബേർഡ്സിലാണെങ്കിലോ അല്ലെ അനിമൽസിലാണെങ്കിലോ അതിനെ എഫക്ട് ചെയ്യാനുള്ള ആ ഒരു ശേഷി കൂടുന്നു. അതിൽ അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള അവരുടെ കഴിവ് കൂടുന്നു. അത് പലതരത്തിലും മാരകമായി വരികയും ചെയ്യും. പഴയ ഒരു സ്ട്രെയിൻ, പണ്ട് വന്നൊരു സ്ട്രെയിൻ ആയിരിക്കില്ല ഈ വരുന്നത്. അതിനേക്കാളും വിറുലൻസ് കൂടിയ ഒന്നായിരിക്കും ഓരോരോ തവണയും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വരാതിരിക്കാനുള്ള പ്രതിവിധികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഈ പറഞ്ഞ H1N1 H3N2 ഒക്കെ വരുന്നത് ഇൻഫ്ലുവൻസ എയിലാണ്. അപ്പൊ ഈ വൈറസ് തന്നെ 4 തരത്തില് തരം തിരിച്ചിട്ടുണ്ട്. A, B, C, D. അതിൽ D എന്ന് പറയുന്നത് കന്നുകാലികൾക്കും മറ്റും വരുന്നതാണ്. അതിന്റെ സ്ട്രെയിൻ ഇതുവരെ ഹ്യൂമൻസിനെ ഇൻഫെക്ട് ചെയ്തതായിട്ട് ഒരു റിപ്പോർട്ടും ഇല്ല. പക്ഷേ Aയും Bയും പക്ഷിമൃഗാദികൾക്കും ഒപ്പം അതിൽ നിന്നും ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള മ്യൂട്ടേഷൻ സംഭവിച്ച സ്ട്രെയിനുകൾ ഹ്യൂമൻസിനെയും എഫക്ട് ചെയ്യുന്നുണ്ട്. എപ്പോഴും പ്രതിരോധത്തിനെ പറ്റി പറയുമ്പോൾ ഈ എല്ലാ ഇൻഫെഷ്യസ് ഡിസീസ് അഥവാ സാംക്രമിക രോഗങ്ങളും എങ്ങനെ വരുന്നു എന്നതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. അപ്പോൾ ഇൻഫ്ലുവൻസ ഒരു റെസ്പിറേറ്ററി ഡിസീസ് ആണ്, ശ്വാസകോശ സംബന്ധമായ അസുഖമാണ്. അപ്പം ഉറപ്പായിട്ടും അത് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ ആണ്. അപ്പൊ നമ്മൾ കോവിഡ് സമയത്ത് എല്ലാവർക്കും മനസ്സിലായി കാണും എന്താണ് ഡ്രോപ്ലെറ്റ്, എന്താണ് വായു, എയർബോൺ എന്നുള്ളത്. ഡ്രോപ്ലെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ സൈസ് ഒരല്പം കൂടുതലായിരിക്കും. വായുവിൽ തങ്ങി നിൽക്കാൻ അതായത് ഒരുപാട് നേരം തങ്ങി നിൽക്കാൻ പറ്റാത്ത അത്രയുള്ള അംശങ്ങളെയാണ് നമ്മൾ ഡ്രോപ്ലെറ്റ് എന്ന് പറയുന്നത്. 5 മൈക്രോണിനേക്കാളും കൂടുതൽ സൈസ് ഉള്ള മോളിക്യൂൾസ്. അപ്പൊ അതിന് വായുവിൽ അധികം നേരം തങ്ങി നിൽക്കാൻ പറ്റത്തില്ല. ഷോർട്ട് ഡിസ്റ്റൻസ് മാത്രമേ പോകാൻ പറ്റൂ. അപ്പൊ കൂടുതലായും ഇൻഫ്ലുവൻസ പകരുന്നത് അത് ബാധിച്ച ഒരു രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ ആ ഒരു തുപ്പലും സ്രവങ്ങളും തെറിച്ച് മറ്റൊരാളുടെ പുറത്ത് വീട് അല്ലെ അയാൾ അത് ശ്വസിക്കുമ്പോഴായിരിക്കും ഈ ഒരു അസുഖം വരുന്നത്. അതിപ്പോ എപ്പോഴും ഒരു ഷോർട്ട് ഡിസ്റ്റൻസ്. അപ്പൊ ജനറലി നമ്മൾ പറയുമ്പോൾ ഒരു 6 ഫീറ്റിനുള്ളിലൊക്കെയാണ് ഈ ട്രാൻസ്മിഷൻ നടക്കുന്നത്. പിന്നെ മറ്റൊരു ട്രാൻസ്മിഷൻ കോണ്ടാക്ട് വഴിയാണ്. അതായത് അസുഖം വന്ന ജീവജാലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്നോ തന്നെ അടുത്ത സമ്പർക്കം പുലർത്തുമ്പോൾ വരുന്നതാണ് മറ്റൊരു തരത്തിലുള്ള ട്രാൻസ്മിഷൻ. അപ്പോൾ ഇത് വൺസ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ മറ്റേത് വൈറസിനേക്കാളും വളരെ പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ കാണാൻ കഴിയാം. അതായത് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് വളരെ കുറവാണ്, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം. അസുഖം എന്ന് പറയുമ്പോൾ സാധാ ഒരു ജലദോഷപ്പനി പോലെ തന്നെയായിരിക്കും വരുന്നത്. പനി, ജലദോഷം, തൊണ്ടവേദന കാണും, തലവേദന കാണും. അപ്പൊ ഇപ്പൊ എല്ലാം പനികളായിട്ട് തന്നെ ഇതേ സിംറ്റംസ് ഒക്കെ ആയിട്ട് തന്നെ വരുന്നത് കൊണ്ട് പലരും അതങ്ങനെ കാര്യമാക്കി എടുക്കാറില്ല.
അപ്പം ഒരു 3 ദിവസത്തിൽ കൂടുതൽ വിട്ടുമാറാതെ നിൽക്കുന്ന പനി, അതായത് ഒരു 100 ഡിഗ്രി ടെമ്പറേച്ചറിന് മുകളിൽ പനി നിൽക്കുകയാണ്, വല്ലാത്ത ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഡോക്ടറിനെ കാണാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു അവസരത്തിൽ നമുക്ക് 3 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിന് എതിരെ ആയിട്ടുള്ള മരുന്ന്, അതായത് ഇതിന് സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ആ മരുന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വൈറൽ ക്ലിയറൻസ് നടക്കും നമ്മുടെ ബോഡിയിൽ. ഞാൻ നേരത്തെ പറഞ്ഞ ആ 2 പ്രോട്ടീനിന് എഗനിസ്റ്റ് ആയിട്ടുള്ള മരുന്നാണ് നമ്മൾ ഈ ഒരു വൈറൽ ഫീവറിന് കൊടുക്കുന്നത്. അപ്പൊ കഴിയുന്നതും നമ്മൾ ഒരു അസുഖമോ പനിയോ വരുമ്പം അത് തനിയെ പോകും, ചിലപ്പോൾ അത് തനിയെ പോകും, സെൽഫ് ലിമിറ്റിംഗ് ആണ്. അതായത് ഒരു 3 ദിവസം കഴിയുമ്പോൾ പനി കുറയും. പക്ഷെ എന്നിരുന്നാലും പിന്നീട് അത് മർദ്ദണിച്ച് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ ഒരു പനി വരുമ്പോൾ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെ കുറയും. അപ്പോൾ ഒരു പോസ്റ്റ് വൈറൽ പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇമ്മ്യൂണിറ്റി കുറവുള്ള ഒരു സമയമാണ്. ആ സമയത്ത് എല്ലാവിധ മൈക്രോ ഓർഗാനിസംസും നമ്മുടെ ശരീരത്തിൽ ഇൻവേഡ് ചെയ്ത് അസുഖങ്ങൾ വീണ്ടും ഉണ്ടാക്കും. അപ്പം അതാണ് ഏറ്റവും പേടിക്കേണ്ട ഒരു അവസ്ഥ. അപ്പം ഇങ്ങനെ ഒരു ചെറിയ ജലദോഷപ്പനി ആണെങ്കിൽ കൂടി 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നല്ല ടെമ്പറേച്ചറും നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ട്, തലവേദന ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിത്തിൻ 2 ഡേയ്സ് തന്നെ നമ്മളൊരു ഡോക്ടറുടെ സഹായം തേടുക. അപ്പം ഇത് നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ മറ്റേത് ടെസ്റ്റ് പോലെയും അത്ര സമയം എടുക്കുന്ന ഒരു ടെസ്റ്റ് അല്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ റിപ്പോർട്ട് അറിയാൻ പറ്റും. പോസിറ്റീവ് ആണോ, ഇൻഫ്ലുവൻസ എ ആണോ ബി ആണോ, എന്താണ് പോസിറ്റീവ് ആണോ എന്നുള്ളത്. ഒരു മിക്കുള്ളതും ഇപ്പോൾ കാർഡ് ടെസ്റ്റ് ആണ്. കാർഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് റാപ്പിഡ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. ബാക്കിയുള്ളത് കുറച്ചും കൂടെ കൺഫർമേഷന് വേണ്ടിയിട്ട് മോളിക്കുലർ ടെസ്റ്റുകൾ അവൈലബിൾ ആണ്, PCR പോലുള്ള ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. പക്ഷെ അതും നമുക്ക് ഒരു വിത്തിൻ 1 or 2 ഡേയ്സിനുള്ളിൽ, അതായത് അത്രയും താമസം വരില്ല, 1 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. എത്രയും നേരത്തെ കണ്ടുപിടിച്ചാൽ അത്രയും നേരത്തെ തന്നെ ഇതിന്റെ മരുന്ന് കഴിക്കാം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള വൈറൽ ക്ലിയറൻസ് കൂടും, അതായത് മറ്റ് അസുഖങ്ങൾ വരാനുള്ള ചാൻസും കുറയും. അപ്പൊ ഇതിനുള്ള ഡ്രഗ്, സ്പെസിഫിക് ആയിട്ടുള്ള ഡ്രഗ് ഉണ്ട്, സെൽട്ടാമിവിർ എന്ന് പറയാം. അതുപോലെ ബ്രാൻഡ് നെയിമുകൾ പല രീതിയിലുണ്ട്, ഫ്ലൂവർ അങ്ങനെ പല പേരിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മരുന്നുണ്ട്. അപ്പം ഉറപ്പായിട്ടും സമയത്തിനുള്ളിൽ തന്നെ പോയി രോഗനിർണയം നടത്തി കഴിഞ്ഞാൽ ആ ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ മരുന്ന് കഴിക്കാം. 3-4 ദിവസം കഴിഞ്ഞ് ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വൈറസ് അത്യാവശ്യം നന്നായി സ്പ്രെഡായി കാണും. പിന്നെ ഈ മരുന്ന് അധികം ഏൽക്കില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു രോഗം നമ്മൾ പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. സാധാരണ രീതിയിലുള്ള ഒരു ജലദോഷപ്പനി മാത്രമാണെങ്കിൽ അത് നമ്മളൊരു കാറ്റഗറി എ വിഭാഗത്തിൽപ്പെട്ട് രോഗിയെ നമുക്ക് വീട്ടിലയക്കാം. പക്ഷെ രോഗിയോട് ചില വാർണിംഗ് സൈൻസ് പറയും. അതായത് ശ്വാസം മുട്ട്, നെഞ്ചുവേദന, ക്ഷീണം, തളർച്ച, തലകറക്കം, അല്ലെങ്കിൽ ഛർദില് രക്തം കാണുക, അല്ലെങ്കിൽ നീലിച്ച് ഇരിക്കുക ദേഹമൊക്കെ. അപ്പൊ കുട്ടികളിലാണെങ്കിലും അമിതമായ അവർക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, നിർത്താത്ത ഛർദില്, അമിതമായ ക്ഷീണം, ഭക്ഷണം കഴിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വരുമ്പോൾ അത് ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സിക്കേണ്ട ഒന്നായിട്ട് മാറും. അപ്പൊ അല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ചെറിയൊരു ജലദോഷപ്പനി പോലെ വന്നു പോവുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വീട്ടിൽ പോയാലും നല്ലതായി വെള്ളം കുടിക്കുക. എല്ലാ വൈറൽ ഫീവറിനും നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കാൻ ശ്രമിക്കുക. അതായത് ഫ്രൂട്ട്സ് കഴിക്കുക, ലീഫി വെജിറ്റബിൾസ് ഒരുപാട് ഫുഡിൽ ഉൾപ്പെടുത്തുക, നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. അപ്പൊ പ്രത്യേകിച്ച് ഇത് ശ്രദ്ധിക്കേണ്ട വിഭാഗം, അതായത് ഗർഭിണികള്, 1 വയസ്സിൽ താഴെയുള്ള കുട്ടികള്, 65 വയസ്സിൽ മുകളിലുള്ള ആളുകള്, മുതിർന്ന ആൾക്കാര്, പിന്നെ പലതരത്തിലുള്ള ക്രോണിക് ഡിസീസുകൾ ഉള്ളവര്, ഡയബറ്റീസ് അങ്ങനെയുള്ള കോമോബിഡിറ്റീസ് ഉള്ളവര്, ഇമ്മ്യൂണോ സപ്രസൻസ് കഴിക്കുന്നവര്, ക്യാൻസർ ഉള്ളവര്, ഇങ്ങനെയൊക്കെ ഉള്ളവര് കഴിയുന്നതും ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറിന്റെ മോണിറ്ററിംഗിൽ തന്നെ പോകുക എന്നുള്ളതാണ് നല്ലത്. കാരണം ഇവരുടെയൊക്കെ ഇമ്മ്യൂണിറ്റി നല്ല കുറവായിരിക്കും. അപ്പൊ പെട്ടെന്ന് തന്നെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകും. അപ്പൊ ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കപ്പോഴും ഒരു സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കും ഇതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരിക. ഇനി ഇതിന്റെ പ്രതിവിധി അത് 2 രീതിയിൽ പറഞ്ഞു തരാം. ഒന്ന്, ഈ ഒരു കേസുമായിട്ട് എക്സ്പോസ്ഡ് അല്ലാത്തവര് ജനറലായിട്ട് നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് ആണ് ഒന്ന്. രണ്ടാമത്തത്, ഇങ്ങനെ നമ്മൾ വർക്കിംഗ് പ്ലേസിലോ അല്ലെങ്കിൽ വീട്ടിലോ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ കേസ് ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് ഒരു ഇൻഫ്ലുവൻസ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രതിവിധി എടുക്കണം. അങ്ങനെ 2 രീതിയിലാണ് ഞാനിന്നിപ്പോ ഈ മുൻകരുതലുകൾ പറയുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഹാൻഡ് ഹൈജീൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ നമ്മൾ ഒരു ദിവസം തന്നെ എവിടെയൊക്കെ യാത്ര ചെയ്യുന്നവരായിരിക്കും, എന്തൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും. അപ്പം എപ്പോഴും കഴിയുന്നതും നമ്മുടെ കൈകൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൈകൾ എങ്ങനെ വൃത്തിക്ക് കഴുകാമെന്ന് പറഞ്ഞായിരുന്നു. ഇന്റർ ഡിജിറ്റൽ സ്പേസസും ഫിംഗർ ടിപ്സും ഒക്കെ തന്നെ നീറ്റായിട്ട് കഴുകുക. പുറത്തു പോകുമ്പോൾ നമ്മുടെ കണ്ണിലേക്കും മൂക്കിലേക്കും ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ട് തോന്നുന്ന ഒരു ഹാൻഡ് കഴിയുന്നതും കൊണ്ടുപോകാതിരിക്കുക, മുഖത്ത് ടച്ച് ചെയ്യാതിരിക്കുക. അത് വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഈ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷനിൽ വരുന്നത് റെസ്പിറേറ്ററി ഹൈജീൻ ആൻഡ് കഫ് എറ്റിക്വറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്താണ് റെസ്പിറേറ്ററി ഹൈജീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഫ് എറ്റിക്വറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ പെട്ടെന്ന് ഒന്ന് ചുമക്കുകയോ തുമ്മുകയോ വരുമ്പോഴത്തേക്കും അറിയാതെ തന്നെ നമ്മുടെ കൈ എടുത്ത് മുഖത്ത് പിടിച്ചു പോകും.
പക്ഷേ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അതിന് പകരം നമ്മളൊരു ടിഷ്യൂയോ ഹാൻഡ് കർച്ചീഫോ കരുതുക. ടിഷ്യൂ ആണെങ്കിൽ ടിഷ്യൂ വെച്ച് ചുമക്കുകയോ തുമ്മുകയോ ചെയ്തതിന് ശേഷം അത് ഡിസ്പോസ് ചെയ്യാം. ഹാൻഡ് കർച്ചീഫ് ആണെങ്കിൽ അത് കഴിയുന്നതും വേറൊരാൾ തൊടാതെ. ഇപ്പൊ നമുക്കൊരു അസുഖം ഇല്ലെങ്കിൽ കൂടി നമ്മൾ ബേസിക് ആയിട്ട് പുലർത്തേണ്ട ഹൈജീൻ മാനേഴ്സ് ആണ് ഇത്. അപ്പൊ യൂഷ്വലി നമ്മുടെ കയ്യിൽ ടിഷ്യൂ ഇല്ല, ഹാൻഡ് കർച്ചീഫ് ഇല്ല, അങ്ങനെ വരുന്നൊരു സമയത്ത് നമ്മൾ കൈയുടെ ഈ ഒരു ഇന്നർ പോർഷൻ വെച്ച് തുമ്മാനോ ചുമയ്ക്കാനോ ശ്രമിക്കുക. അപ്പൊ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ യൂഷ്വലി നമ്മൾ കൈ ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് സാനിറ്റൈസ് ചെയ്യാനോ വാഷ് ചെയ്യാനോ പറ്റിയില്ല. നമ്മൾ ഒരാളെ കാണുമ്പോൾ ഗ്രീറ്റ് ചെയ്യാനായിട്ട് അവരുടെ ദേഹത്തൊന്ന് ടച്ച് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ കൈ പിടിച്ച് ഷെയ്ക്കാൻ്റെ കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് മാത്രമല്ല പലതരത്തിലുള്ള രോഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആകും. അതേസമയം ഈ ഒരു ഇന്നർ ആം പോർഷൻ ലിമിറ്റഡ് ടച്ച് വരുന്ന ഒരു ഏരിയ ആണ്. അപ്പം കഴിയുന്നതും ഇന്നർ ആമില് ഹാൻഡ് കർച്ചീഫോ ടിഷ്യൂ ഇല്ലെങ്കിൽ ചുമയ്ക്കാനോ തുമ്മാനോ ശ്രമിക്കുക. എപ്പോഴും നമ്മൾ മാസ്ക് ധരിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഹോസ്പിറ്റൽ അതുപോലുള്ള ക്രൗഡഡ് പ്ലേസസിൽ പോകാനായിട്ട്. മാസ്ക് ഇപ്പം നമുക്ക് N95 അല്ലെങ്കിൽ സർജിക്കൽ മാസ്കോ തന്നെ വേണമെന്നില്ല, നമുക്ക് ക്ലോത്ത് മാസ്കും ധരിക്കാം. അപ്പൊ നമുക്കതൊരു കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷൻ ആണ്. പിന്നെ മാസ്ക് ധരിക്കുമ്പോൾ പറയാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാസ്കിന്റെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ്ലി നമുക്ക് കണ്ടാമിനേറ്റഡ് ഏരിയ ആയിരിക്കും. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ പിടിച്ചു മാസ്ക് റിമൂവ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. എപ്പോഴും മാസ്കിന്റെ ആ ഒരു ഇയർ ലൂപ്പിൽ നിന്നും വേണം മാസ്ക് റിമൂവ് ചെയ്തിടാൻ. അത് ഒരു ഇയർ ലൂപ്പിൽ പിടിച്ചിട്ട് അത് റിമൂവ് ചെയ്ത് കഴുകാനാണെങ്കിൽ അത് ഒരിക്കലിട്ട മാസ്ക് പിന്നീട് റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യാതിരിക്കുക. അത് കഴുകി ഉണക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഇനിയിപ്പോൾ ഇത് ഡയഗ്നോസ് ചെയ്തൊരു പേഷ്യന്റുമായിട്ട് നമുക്ക് കോൺടാക്ട് ഉണ്ട്. അതായത് നമ്മുടെ വർക്കിംഗ് പ്ലേസിലാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അങ്ങനെയൊക്കെ ആണെങ്കിലും കോൺടാക്ട് ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് പ്രൊഫിലാക്സിസ് ഉണ്ട്. അതായത് ഇതിന് മരുന്ന് കഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഇതിന്റെ ട്രീറ്റ്മെന്റിന്റെ മരുന്ന് തന്നെ, പക്ഷെ അതിന്റെ ഡോസേജിൽ വ്യത്യാസമുണ്ട്. അതൊരു 2 ദിവസത്തിനുള്ളിൽ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന അതായത് ഫീവർ വരാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അഥവാ വന്നു കഴിഞ്ഞാൽ തന്നെ അതിന്റെ വീര്യം വളരെ കുറവായിരിക്കും. ഒപ്പം തന്നെ വാക്സിൻസും അവൈലബിൾ ആണ്. വാക്സിൻസ് എന്ന് പറയുമ്പോഴത്തേക്കും 2 തരത്തിലുണ്ട്. ഇഞ്ചെക്റ്റബിളും ഉണ്ട്, നേസൽ സ്പ്രേ ആയിട്ടും കിട്ടും. പക്ഷെ അതിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇത് ഇയർലി ബൂസ്റ്റർ ഡോസ് എടുക്കണം. അതായത് ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു മാക്സിമം പ്രൊട്ടക്ഷൻ നമുക്കൊരു 6 മന്ത്സേ ഉണ്ടാവുള്ളൂ. അത് ഞാൻ നേരത്തെ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ആ വാക്സിൻ എപ്പോഴും നമ്മൾ ഇയർലി പുതിയ വാക്സിൻസ് ജനറേറ്റ് ചെയ്തത് ബേസ്ഡ് ഓൺ പ്രീവിയസ് ഇയറിലെ സ്ട്രെയിൻ വെച്ചിട്ടായിരിക്കും. പക്ഷെ നെക്സ്റ്റ് ഇയറിൽ ഈ സ്ട്രെയിനുകൾക്ക് ജനിതകമാറ്റം സംഭവിച്ച് പുതിയ സ്ട്രെയിൻ ആയിരിക്കും വരുന്നത്. അപ്പം കഴിഞ്ഞ വർഷം ഞാൻ വാക്സിൻ എടുത്തത് കൊണ്ട് ഈ വർഷം ഞാൻ പ്രൊട്ടക്റ്റഡ് ആകണം എന്നില്ല. അപ്പൊ ഈ വർഷവും പുതിയ ബൂസ്റ്റർ എടുക്കണം. ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ ഒരു അംഗൻവാടി ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഈ ഒരു ക്രൗഡഡ് റീജിയനിൽ ഒരാൾക്ക് ഇങ്ങനെ ഒരു റെസ്പിറേറ്ററി കണ്ടീഷൻ ഫ്ലൂ ലൈക്ക് ഇൽനെസ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം അതായത് ഒരു ജലദോഷപ്പനി ഫ്ലൂ ലൈക്ക് ഇൽനെസ് അത് കണ്ടു കഴിഞ്ഞാൽ അത് ഇൻഫ്ലുവൻസ ആണെന്ന് ഉറപ്പ് വരുവാണെങ്കിൽ കഴിയുന്നതും ഈ പറഞ്ഞ കീമോപ്രൊഫിലാക്സിസ് അതായത് ഈ ഒരു ടാബ്ലറ്റ് ഫ്ലൂവർ എടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡോക്ടറെ കാണുക തന്നെ വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഔട്ട് ബ്രേക്ക് നമുക്ക് തടയാൻ പറ്റും. കൂടുതൽ സിവിയറിറ്റിയിൽ ഡിസീസ് വരുന്നതും തടയാൻ പറ്റും. പിന്നെ ഈ വാക്സിൻസ് എപ്പോഴും എടുക്കേണ്ടത് ഈ ഒരു ഫ്ലൂ സീസൺ തുടങ്ങുന്നതിന് മുമ്പായിട്ടാണ്. അതായത് ബൈ എൻഡ് ഓഫ് ഒക്ടോബർ ഒക്കെ ഈ ഫ്ലൂ വാക്സിൻ അത് എല്ലാ ഹോസ്പിറ്റലിലും അവൈലബിൾ ആണ്, നമുക്ക് എടുക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം നമുക്ക് ഈ വൈറസ് എന്താണെന്ന് അറിയാം, ഇതെങ്ങനെ പകരുന്നു എന്നറിയാം, ഇതിന്റെ രോഗലക്ഷണങ്ങൾ അറിയാം, അത് ഏതൊക്കെ രോഗലക്ഷണങ്ങളുടെ ബേസിലാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് അറിയാം. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഏകദേശം അറിയാം. അപ്പം ഒരിക്കലും നമ്മൾ സ്വയം ചികിത്സ നടത്താതിരിക്കുക. അതായത് സ്വയം ചികിത്സ എന്ന് ഞാൻ പറഞ്ഞത് പനി വരുമ്പോൾ തന്നെ നമ്മൾ പോയി ആന്റിബയോട്ടിക്കുകളും വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. പനിക്ക് നമുക്ക് പാരസെറ്റമോൾ പോലുള്ള ഐറ്റംസ് അത് കുഴപ്പമില്ല എടുക്കാൻ, പക്ഷേ ആന്റിബയോട്ടിക്കുകൾ അതായത് അസിത്രോമൈസിൻ അങ്ങനെയുള്ളതൊന്നും വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. കാരണം ആന്റിബയോട്ടിക്കുകളൊന്നും ഇതൊരു വൈറൽ ഫീവറാണ്. വൈറൽ ഫീവറിന് ആന്റിബയോട്ടിക്കുകൾ യാതൊരു തരത്തിലും ട്രീറ്റ്മെന്റ് അല്ല. ആന്റിബയോട്ടിക്കുകൾ എപ്പോഴും ആന്റി ബാക്ടീരിയൽ ആണ്. അപ്പൊ അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിന് മാത്രമേ അത് ഗുണം ചെയ്യുള്ളൂ. അപ്പൊ ഇപ്പം ഈ ഫീവർ വന്നതിന് ശേഷം പോസ്റ്റ് അത് ശ്രദ്ധിക്കാതിരുന്ന പോസ്റ്റ് അതൊരു സെക്കൻഡറി ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ ദെൻ ആ ഒരു സാഹചര്യത്തിൽ ഡോക്ടേഴ്സ് ആന്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അല്ലാതെ ഇനിഷ്യൽ ടൈമിൽ പനി വരുമ്പോൾ തന്നെ ആന്റിബയോട്ടിക്സ് കഴിക്കുന്നതിനോട് യാതൊരു രീതിയിലും ഗുണവും ഇല്ല. അപ്പോൾ അടുത്തൊരു ഇൻഫെഷ്യസ് ഡിസീസിന്റെ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അപ്പം അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.